ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ ഒന്നും വരുന്ന മാതിരി എന്റെ എന്നും ക്ലാസ്സിന് എന്നൊക്കെയാണ്. ഇന്നത്തെ ദിവസം എന്താ വെച്ചാല് എഡിറ്റിംഗ് ക്ലാസ് ആയിരുന്നു. പോരാത്തിനൊന്നും നല്ല മഴ ഉണ്ടായിരുന്നു. മഴ ഉണ്ടെങ്കിൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലേ, നമ്മളാകെ പിന്നെ മഴയിലെ ടൈപ്പ്. കഴിഞ്ഞ 2 മാസം ചൂടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണെങ്കിൽ ഇപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു ആശ്വാസമായി മാറി. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഡാവിഞ്ചി ആയിരുന്നു. ഡാവിഞ്ചിയിൽ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് റീൽ എഡിറ്റിംഗ്, കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരമായി പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഇറങ്ങി വീട്ടിലേക്ക്. ഇന്നൊരു പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അപ്പൊ ഇനി അതിനും കൂടി പോകണം. അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ ഇറങ്ങിയിരിക്കണം. അവിടെ വലിയ വർത്താനത്തൊന്നും നിന്നിട്ടില്ല. നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം പടത്തിന് പോകാൻ. പോകുന്ന വഴിക്ക് വീട്ടിലുള്ള സാധനം മേടിച്ച് നേരെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ചായ അടിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. എഡിറ്റ് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ കാര്യമായിട്ട് കൊടുക്കില്ല. നമ്മള് വീടിന്റെ മുകൾക്കാട് പോകുന്നുണ്ട്. വീടിന്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ പല സൗണ്ടുകളും വരും. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന്റെ എഡിറ്റിംഗും പരിപാടിയൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ നേരെ പടത്തിന് പോകും. 7:10 ഷോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റക്കല്ല പോയിട്ട് എന്റെ ഫ്രണ്ടും കൂടി ഉണ്ട് കൂടെ. രാത്രി 6:30 മുതൽ 8 മണി വരെയുള്ള സമയത്ത്, അതായത് ഈ മരുഭിനി സാഹിത്യ ഇടയിൽ നമ്മൾ ബൈക്ക് എടുത്ത് പോകുമ്പോണ്ട് ഈ കണ്ട് കുറച്ച് പ്രാണികൾ വന്നടിച്ചാനുള്ളത്. എന്റെ മോനെ അത്രയും വൃത്തിയായിട്ട ഫീലിംഗ് വേറെ ഉണ്ടാവില്ല നമുക്ക് ആ സമയത്ത്. കണ്ണില് മാത്രമൊന്നുമല്ല, ചില സമയത്ത് വായയിലും ഷർട്ടിന്റെ ഉള്ളിൽ വരെ ഉണ്ടാവും. വല്ലാത്തൊരു വൃത്തിയായിട്ട അവസ്ഥയാണ്. അനുഭവിച്ചവർക്ക് അറിയാത്. അങ്ങനെ സമയത്ത് തന്നെ തിയേറ്ററിൽ എത്തി. അപ്പൊ നമ്മൾ വന്നിട്ടുള്ള പടം ഏതാന്ന് വെച്ചാൽ ബോളിവുഡ് ടൈംസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. സോറി ആയിരുന്നു, നല്ല ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. അങ്ങനെ പടം കഴിഞ്ഞിറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്ര തന്നെ ബാക്കി പിന്നെ